الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذوا ما آتيناكم بقوة واذكروه ما فيه لعلكم تتقون ബഹുമാന്യ മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ റബ്ബ് റഹ്മാനുർ റഹീമായ തമ്പുരാൻ ലോകത്ത് നടക്കുന്ന സകല ഫിത്നകളിൽ നിന്നും വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കുകയും മുഅ്മിനുകളായി ജീവിച്ച് മരിച്ചു പോകാൻ അവൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണം. സഹോദരങ്ങളെ, വിശ്വാസ രംഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ശ്രദ്ധിക്കുകയും കലുഷിതമായ കാലഘട്ടങ്ങളിൽ ജീവിച്ചുകൊണ്ടിരിക്കെ നമ്മൾ അലൈക്കും അൻഫുസക്കും ലാ യദുറുക്കും മൻ വല്ല ഇദാ ഹദീതും എന്ന വശം, അതായത് ദുർമാർഗത്തിൽ അകപ്പെട്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ നിങ്ങളെ സന്മാർഗത്തിൽ നിന്ന് തെറ്റിക്കാതിരിക്കട്ടെ എന്ന വശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാന കാലഘട്ടത്തെ സംബന്ധിച്ച് പറഞ്ഞിടത്ത് ഒരുപാട് ഹദീസുകൾ കാണാം. അതിൽ നബി പറഞ്ഞൊരു ഹദീസിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്: ഫയബ്ഖാ ശറാറുൻ നാസ് ഫീ സിഫത്തി ത്വയ്ർ വഅഹ്ലാമു സിബാഅ ലാ യഅരിഫൂന മഅറൂഫ വലാ യുൻകിറൂന മുൻകറൻ. അന്ത്യദിനമാകുമ്പോൾ പക്ഷികൾ പാപങ്ങളിലേക്ക്
പക്ഷികൾ പറന്നടുക്കുന്നത് പോലെ മനുഷ്യൻ പറന്നടുക്കുമെന്നും, അതുപോലെ അക്രമത്തിലേക്ക് ദുഷ്ട മൃഗങ്ങൾ പാഞ്ഞടുക്കുന്നത് പോലെ മനുഷ്യൻ പാഞ്ഞടുക്കുകയും നന്മയേതെന്നറിയാത്ത സാഹചര്യമുണ്ടാകും. എല്ലാ തിന്മകളും യാതൊരു വൈമനസ്യവും കൂടാതെ ചെയ്യുകയും ചെയ്യുന്ന കാലഘട്ടം വരും. അപ്പോൾ പിശാച് അവർക്ക് ഇടയിൽ പ്രത്യക്ഷപ്പെടും. ഫയഖൂലു, അവൻ ചോദിക്കും, അലാ തസ്തജീബൂൻ, എന്താ നിങ്ങൾ എനിക്ക് ഉത്തരം നൽകുന്നില്ലേ? ഫയഖൂലൂന മാദാ തഅ്മുറൂൻ, എന്താണ് കൽപ്പിക്കാനുള്ളത് എന്ന് പിശാചിനോട് അവർ ചോദിക്കും. ഫയഅ്മുറുഹും ബിഇബാദത്തിൽ ഔസാൻ, അപ്പോൾ വിഗ്രഹ പൂജ അത് നടത്തണമെന്ന് ആ പിശാച് ആവശ്യപ്പെടും. നമുക്കറിയാം, അറേബ്യൻ കൺട്രിയിൽ വരെ മുസ്ലിങ്ങൾ 99.4% മുസ്ലിങ്ങളുള്ള അറേബ്യൻ കൺട്രിയിൽ വരെ വിഗ്രഹാരാധനക്ക് കൂട്ടുപിടിക്കുകയും ആ ഏർപ്പാടിൽ അതിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച്, ആരാധനാലയ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വെള്ളവസ്ത്ര ലോഹധാരികളായ പലരും അറബികൾ തന്നെ അതിൽ പങ്കെടുക്കുകയും ചെയ്ത് നമുക്കറിയാം. നമ്മളുടെ നാട്ടിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് ഞാനിട്ട് വിശദീകരിക്കുന്നുമില്ല. അതിന് മാത്രം പൈശാചിക പ്രവർത്തനങ്ങളും പിശാചിന്റെ വിളിക്കുത്തരമായി കൊണ്ട് വിഗ്രഹാരാധന, കിടത്തിവെച്ച വിഗ്രഹമാണ് എന്നുള്ളത് വേറെ യാതൊരു മാറ്റമില്ല. ഖബറിലാണ് മറ്റെല്ലാ കാര്യങ്ങളും, അതിൻ്റെ മുമ്പിൽ, വിഗ്രഹത്തിന്റെ മുമ്പിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ മഖാമുകളിൽ നടക്കുന്നുണ്ട് എന്നത് നമ്മളുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൂവിടുന്ന പരിപാടിയുണ്ട്, പ്രസാദം കൊടുക്കുന്ന പരിപാടിയുണ്ട്, വിളക്ക് കത്തിക്കുന്ന പരിപാടിയുണ്ട്. അതേപോലെ തന്നെയുള്ള നേർച്ച വഴിപാടുകളുടെയും അറവുകളുടെയും നിലവിളികളുടെയും സുജൂദുകളുടെയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് അന്ത്യദിനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഒരു തീക്കട്ട കയ്യിലെടുത്താൽ അത് എത്ര സെക്കൻഡ് ഒരാളെ കൈ പിടിക്കാൻ കഴിയാം? അതിനു മാത്രം ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും അതനുസരിച്ച് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ കാലഘട്ടം അങ്ങനെ ദുഷിക്കുമെന്നും പ്രത്യേകിച്ച് വിശ്വാസരംഗത്ത് വളരെ മോശമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും. അപ്പോഴാണ് ദജ്ജാലിന്റെ വരവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അവൻ വന്നു കഴിഞ്ഞാൽ മുഅ്മിനുകളായ ആളുകൾ കണ്ടുമുട്ടിയാൽ കഹ്ഫിന്റെ 10 ആയത്തുകൾ ഓതട്ടെ എന്ന വശമാണ് നമ്മൾ മനസ്സിലാക്കിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നഹു യഖ്റുജു മിൻ ഖല്ലാ ബൈന ശാമി വൽ ഇറാഖ്, ഇറാഖിന്റെയും ശാമിന്റെയും ഇടയിൽ ഖല്ല എന്ന പ്രദേശത്ത് നിന്നാണ് അവൻ വരിക എന്ന്. ഫആദ ബൈനഹുമാ ബൈന യമീനം വശിമാലാ, അവൻ അക്രമം കാണിക്കും. വലതു ഭാഗത്തുകൂടെയും ഇടതു ഭാഗത്തുകൂടെയും ഒക്കെ ധാരാളം കുഴപ്പങ്ങൾ ഉണ്ടാക്കും. യാ ഇബാദല്ലാഹ് ഫത്ബുതൂ, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മുഅ്മിനുകളെ, അങ്ങനെ വല്ല സാഹചര്യത്തിനും ആരെങ്കിലും സാക്ഷികളാകുന്നുവെങ്കിൽ നിങ്ങൾ ദീനിൽ അടിയുറച്ച് നിൽക്കണമേ. വമാ ലബ്സുഹു ഫിൽ അർള്, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, ആ ദജ്ജാൽ ഈ ഭൂലോകത്ത് കഴിച്ചുകൂട്ടുന്ന കാലം എത്രയാണ്? ഖാല 40 യൗമ, 40 ദിവസം. നബി മറുപടി പറഞ്ഞു, എന്നാൽ കേവലം 40 ദിവസം നമ്മൾ എണ്ണുന്നതല്ല. യൗമുൻ കസനത്തിൻ വയൗമുൻ കശഹ്രിൻ വയൗമുൻ കജുമുഅ, ഒരു ദിവസം നിങ്ങൾ എണ്ണുന്ന 40 കൊല്ലത്തെ ദൈർഘ്യമുണ്ടാകും ഒരു ദിവസം. ഒരു മാസവും അതേപോലെ തന്നെ അടുത്ത് വരുന്ന ഒരു മാസം, അത് ഒരു ദിവസമായി പരിഗണിക്കും. അതായത് ഒരു ദിവസത്തിന് ഒരു മാസത്തെ ദൈർഘ്യമുണ്ടാകും. ഒരു ആഴ്ചക്ക് 7 ദിവസത്തെ ദൈർഘ്യമുണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സായിറു അയ്യാമിഹി കഅയ്യാമിക്കും, മറ്റ് ദിവസങ്ങളിലല്ല ബാക്കി, ആ ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിവസം പോലെ.
സഹാബത്ത് അത് അങ്ങനെ തന്നെ ഉൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അതക്ഫീനാ ബിസലാത്തി യൗമിൻ യാ റസൂലല്ലാഹ്, പ്രവാചകരെ, അന്ന് ഞങ്ങൾ 40 വർഷം കണക്കെയുള്ള ഒരു ദിവസത്തെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, അന്ന് ഒരു ദിവസത്തെ നമസ്കാരം മതിയാകുമോ? ഫഖാല, നബി പറഞ്ഞു, ലാ, മതിയാവുകയില്ല. ഉഖ്ദുറൂ ലഹു ഖദ്റാ, നിങ്ങൾ അതിനനുസരിച്ച് കണക്കാക്കി, ഇപ്പോഴത്തെ 24 മണിക്കൂർ ദിവസമാണല്ലോ, ആ ദിവസത്തിന്റെ ടൈം കണക്കാക്കിക്കൊണ്ട് നിങ്ങളത് നിർവഹിക്കണമെന്ന്. ഇത് ബേസ് ചെയ്തിട്ടാണ് 6 മാസത്തെ പകലും 6 മാസത്തെ രാത്രിയുമുള്ള ലോകത്തിന്റെ ഭാഗങ്ങളിൽ നമസ്കാരത്തിന്റെ ടൈം കണക്കാക്കിയിട്ടുള്ളത്. നമുക്കറിയാലോ അത് എത്ര സൂക്ഷ്മമാണ്. റസൂലുള്ളാഹ് പറയാത്ത മേഖലകളുണ്ടോ, വിശദീകരിക്കാത്ത ഭാഗങ്ങളുണ്ടോ? എന്നിട്ട് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണമെന്ന് അവരോട് പറഞ്ഞു. അത് എപ്പോഴൊക്കെ ഏതൊക്കെ ഗോളങ്ങളിലും ഗ്രഹങ്ങളിലും അത് അനുഭവപ്പെടുന്നുവോ അപ്രകാരം ചെയ്യണമെന്ന് തന്നെയല്ലേ ആ ഹദീസ് നമുക്ക് മനസ്സിലാകുന്നത്. ആ ദജ്ജാലിന്റെ വേഗത ലോകത്ത് എങ്ങനെയാണ്? മഴമേഘങ്ങൾ കാറ്റതിന് കൊണ്ടുപോകുന്ന പോലെയുള്ള സ്പീഡിലായിരിക്കും അവന്റെ സഞ്ചാരം. എന്നിട്ട് അവൻ ഒരു ജനതയുടെ അടുക്കൽ ചെല്ലും. എന്നിട്ട് അവൻ പ്രഖ്യാപിക്കും, ഞാനാണ് റബ്ബ് എന്ന്. അങ്ങനെ അത്ഭുതങ്ങൾ കാണിക്കുമ്പോ ആളുകളെല്ലാം അതിൽ വിശ്വസിക്കും. ആ നാട്ടുകാർ അപ്പൊ അവൻ അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. ആകാശത്തുനിന്ന് മഴമേഘങ്ങളെ വലിച്ചുകൂട്ടിയവൻ മഴ പെയ്യിപ്പിക്കും. ഭൂമിയിലെ സസ്യലതാദികൾ ആ മഴ കാരണത്താൽ ഇടതൂർന്ന് വളർന്ന് പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ ഫലഭൂഷ്ടമായ സാഹചര്യങ്ങളും ആ നിലക്കുള്ള സൗകര്യങ്ങളും അവൻ ഒരുക്കും. അങ്ങനെ അവൻ കുറച്ച് കഴിയുമ്പോൾ അവൻ ചെല്ലുന്ന ആ നാട്ടിൽ അവിടെയുള്ള കന്നുകാലികളുടെ അകിടുകളൊക്കെ അവയൊക്കെ തടിച്ചു കൊഴുക്കുകയും അകിടുകളിൽ പാല് നിറയുകയും ചെയ്യും. സമൃദ്ധമായ ഒരു നാടായി മാറും. എന്നിട്ട് അടുത്ത നാട്ടിലേക്ക് അവന്റെ സഞ്ചാരം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ ആളുകളോട് അവൻ എന്നിൽ വിശ്വസിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുമില്ല, നീ ദജ്ജാലാണെന്ന് ഞങ്ങൾക്കറിയാം, അതുകൊണ്ട് നിന്നെ വിശ്വസിക്കുന്ന പ്രശ്നമേ ഇല്ല. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് ആ പ്രദേശം മുഴുവനും തരിശുഭൂമിയായി മാറും. അവിടെ ക്ഷാമം പിടിപെടും, ദാരിദ്ര്യമുണ്ടാകും, ശൂന്യത വരും. അങ്ങനെ ആ ആളുകൾ പ്രയാസപ്പെടും. എന്നിട്ട് അവൻ അടുത്ത് സഞ്ചരിക്കുന്ന ശൂന്യമായ യാതൊന്നുമില്ലാത്ത ആ നാട്ടിലൂടെ അവൻ കടന്നു പോകുമ്പം ആ നാട്ടിൽ ഒളിഞ്ഞു കിടക്കുന്ന സകല നിധികളോടും പുറത്തു വരാൻ പറയും. തേനീച്ചകൾ പാറിക്കൂടുന്നത് പോലെ നിധികളെല്ലാം അവന്റെ പിന്നാലെ കൂടും. എന്നിട്ടോ മുടി നന്നായി വളർന്ന ഒരു യുവാവായ നല്ല ഒരു മനുഷ്യനെ അയാൾ വിളിച്ചു വരുത്തും. എന്നിട്ട് അയാളെ 2 കഷ്ണമാക്കും. 2 ഭാഗമാക്കി മാറ്റും. എന്നിട്ട് ഭൂമിയിലിടും. എന്നിട്ടോ ഈർച്ചവാള് കൊണ്ടവൻ മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം അവനോട് എഴുന്നേക്കാൻ പറയും. അങ്ങനെ അവൻ എഴുന്നേറ്റ് വരും. ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവൻ എഴുന്നേറ്റ് വരും. ഈ അത്ഭുത രംഗം കണ്ട് ആളുകൾ അന്താളിക്കും. എന്നാൽ മുഅ്മിനുകൾ അവന്റെ കൂടെ കൂടുന്ന പ്രശ്നമില്ല. ഒരുപാട് യഹൂദികൾ ഉണ്ടാവും. അവന്റെ പിന്നാലെ വിശ്വസിച്ചുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന ഒരുപാട് യഹൂദികൾ ഉണ്ടാവും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയമായി ദാരിദ്ര്യത്തിന്റെ ലോകത്തിലേക്കും പ്രയാസങ്ങളുടെ ലോകത്തിലേക്കും വിശ്വാസ രംഗത്ത് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകുമ്പോൾ അതാ ഇറങ്ങുന്നു. ഫയൻസിലു ഇൻദൽ മനാറത്തിൽ ബൈദാ ഈസ ഇബ്നു മറിയം ഡമസ്കസിലെ കിഴക്കൻ പ്രദേശത്തുള്ള
വെള്ള മിനാരത്തിന്റെ സമീപത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്ന കാലഘട്ടം മിനാരത്തെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടം. വർഷങ്ങൾക്ക് ശേഷം തുർക്കികളാണ് ഇങ്ങനെ പള്ളിക്ക് മിനാരമുണ്ടാക്കുന്ന സംരംഭം തുടങ്ങി വെച്ചതും ലോകത്താകമാനം ആ ഒരു നിലപാട് വന്നതും. സത്യത്തിൽ ഇന്നും ഡമസ്കസിൽ നിലനിൽക്കുന്ന ആ പള്ളിയുണ്ടല്ലോ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്ന് പറയപ്പെടുന്ന ആ പള്ളിയുടെ വെള്ളക്കൊട്ടാരം കണക്കെയുള്ള പള്ളിയാണതെന്നും അതിന് നീളമുള്ള ഒരു മിനാരം നിലനിൽക്കുന്നുവെന്നും അവിടെ ആയിരിക്കാം എന്ന നിലയിലും പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെ ഇറങ്ങി വരുന്നത്? എവിടെയെങ്കിലും ഇറങ്ങുക എന്നല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. ബൈന അജ്നിഹത്തിൽ മലക്കൈനി മൗദൂഅത്തൈനി യദൈൻ, രണ്ട് മലക്കുകളുടെ ചിറകുകളിൽ കൈവച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങുക എന്നും ഈസാ നബി കുനിയുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് മഴത്തുള്ളികൾ വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുകയും ഉയരുമ്പോഴും അതേപോലെ തന്നെ വെള്ളത്തുള്ളികൾ ഇറ്റി വീഴുകയും ചെയ്യും. ഇതൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കാൻ പറ്റുന്ന അടയാളങ്ങളായി അള്ളാഹുവിന്റെ റസൂൽ മുഅ്ജിസത്തോളം ഈ സമൂഹത്തോട് പറയുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഒരു സുഗന്ധം അടിച്ചു വീശും. ആ സുഗന്ധം സത്യവിശ്വാസികളായ ആളുകൾക്ക് അനുഭവപ്പെടും. കാഫിറുകളായ ആളുകൾക്ക് എത്രയോ ദൂരെ നിന്ന് അനുഭവപ്പെട്ടാൽ അവർക്ക് അനുഭവപ്പെടുമെന്നും അവർ ആ കാരണത്താൽ തന്നെ കണ്ണെത്താ ദൂരത്ത് അടിച്ചു വീശുന്ന ആ സുഗന്ധം അവർക്ക് ദുർഗന്ധമായി വിഷഗന്ധമായി അനുഭവപ്പെടുകയും അതിനാൽ അവർ മരിച്ചു വീഴുകയും ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആ മിനാരത്തിന്റെ അടുത്ത് സാധാരണ അവിടെ പള്ളിയിലുള്ള ഒരു ഇമാം ഉണ്ടാകും. ആ ഇമാമാണ് മഹ്ദി എന്നും അദ്ദേഹം ഈ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇമാമത്ത് നിൽക്കാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ അദ്ദേഹം പറയും, ഈസാ നബി പറയും, ഞാൻ ഒരു കാരണവശാലും ഇമാമത്ത് നിൽക്കുകയില്ല, അങ്ങ് ആണ് അതിന് അർഹന്, അങ്ങാണ് അതിന് അർഹൻ, അതുകൊണ്ട് അങ്ങ് തന്നെ നിൽക്കണമെന്ന്. കാരണം ഞാൻ മഅ്മൂമായി കൊള്ളാം എന്ന് അദ്ദേഹം പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. എന്താ, എത്ര കൃത്യമാണത് നോക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ആദ്യമേ മരിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചത് എന്താ? അല്ലാഹുവേ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തീങ്ങളിൽ ഉൾപ്പെടാൻ എനിക്ക് ഭാഗ്യം നൽകണേ എന്ന്. ആ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചതിനാലായിരിക്കാം ഇങ്ങനെ അദ്ദേഹം പറയുന്നതെന്നും അതുകൊണ്ട് അദ്ദേഹം മഅ്മൂമായി തന്നെ അവിടെ തുടരുകയും ചെയ്യും. നോക്കൂ നിങ്ങള്, വളരെ കൃത്യമല്ലേ നബിയുടെ ഓരോ വാക്കുകളും ചിന്തിച്ചു നോക്ക്. ശേഷം അദ്ദേഹം നമസ്കാരം കഴിഞ്ഞ് ദജ്ജാലിനെ അന്വേഷിച്ച് പുറപ്പെടും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് മറക്കണ്ട. ആ ദജ്ജാൽ ഈസാ നബിയെ സംബന്ധിച്ചിടത്തോളം പുറപ്പെടുമ്പോൾ അദ്ദേഹം ചില ഭാഷ വേണ്ടേ? ഏത് ഭാഷയിലാണ് ഈസാ നബി സംസാരിക്കുക? അതാണ് അതിനേക്കാൾ വലിയ അത്ഭുതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹത്തിന്റെ ഭാഷ അറമ്യ ഭാഷയായിരിക്കുമെന്ന്. ആ ഭാഷ ഡമസ്കസിൽ നിന്ന് 56 കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന 3 പ്രദേശങ്ങളിൽ ഇന്നും ആ ഭാഷ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന 15,000-ഓളം ഗ്രാമപ്രദേശത്തിലെ ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ അടുക്കലേക്കാണ് അദ്ദേഹം പോവുകയെന്നും അവരുമായിട്ടാണ് അദ്ദേഹം ആദ്യം സംസാരിക്കുക എന്നുമൊക്കെയുള്ള കൃത്യമായ വിശദീകരണങ്ങൾ നമുക്ക് കാണാം. എന്തുമാത്രം അത്ഭുതമാണ്, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ആ ഭാഷ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ സംസാരിച്ച അതേ ഭാഷ നൂറ്റാണ്ടുകൾക്കിപ്പുറവും ഇന്നും അത് നിലനിൽക്കുന്നതായി നമ്മളല്ലാത്ത ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ
ആളുകൾ അവരുടെ ഗ്രന്ഥങ്ങളിലും അവരുടെ പ്രസിദ്ധീകരണങ്ങളിലും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അവസാനം ദജ്ജാലിനെ പിടിക്കും. ഈ ലോകത്ത് ആ ഭാഷ അല്ലാഹ് അവശേഷിപ്പിച്ചു. അതല്ലേ അത്ഭുതം. നബിയുടെ പ്രവചനങ്ങൾ ഓരോന്നും കൃത്യമായി പുലരുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം വിശ്വാസ രംഗത്ത് മുറുകെ പിടിക്കാനും അതനുസരിച്ച് ജീവിക്കാനും പ്രചോദനമാണ് സഹോദരങ്ങളെ. അങ്ങനെ ദജ്ജാലിനെ അവസാനം അവൻ പിടിക്കും. എവിടെന്നാ ദജ്ജാലിനെ പിടിക്കുക? അതാണ് ഹദീസിൽ പരിശോധിച്ച് നോക്കിയാൽ ദജ്ജാലിനെ ലുദ് പ്രദേശത്ത് നിന്ന് ഇസ്രായേലിയരുടെ ഇടയിൽ നിന്നാണ് ദജ്ജാലിനെ പിടികൂടുക എന്ന് തന്നെ ഹദീസിൽ കാണാം. ഫയത്ലുബുഹു ഹത്താ യുദ്രികുഹു ബിബാബി ലുദ് പ്രദേശത്ത് ആ സ്ഥലത്ത് വെച്ചാണ് അവനെ പിടികൂടുക. നോക്കണം നിങ്ങള്, ലുദ് പ്രദേശത്ത് വെച്ച് പിടികൂടുമെന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്ന കാലഘട്ടത്തിൽ ഇസ്രായേൽ രാഷ്ട്രമുണ്ടോ? 948 ബ്രിട്ടൻ അവരുടെ രാഷ്ട്രമായി കൊണ്ടു നടന്ന ആ ഭാഗം അവർക്ക് അനുവദിച്ചു കൊടുക്കുകയും എന്നിട്ടത് സ്വന്തം രാഷ്ട്രമായി അവർക്ക് ഇസ്രായേൽ രാഷ്ട്രമായി ഐക്യരാഷ്ട്രസഭയിൽ പാസാക്കി കൊടുക്കുകയും ചെയ്തതിന് ശേഷമല്ലേ അങ്ങനെ ഒരു ഇസ്രായേൽ രാഷ്ട്രമുണ്ടായത്? എന്താ റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത്? നബി പറഞ്ഞിരിക്കുന്നത് അത്ര കൃത്യമായും ആ സ്ഥലം വരെ ആ രാഷ്ട്രം വരെ കൃത്യമായും സംഭവിക്കുന്നു. ആ ലുദ് കവാടത്തിൽ നിന്ന്, അതായത് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ എയർപോർട്ട് ലുദ്ദാണ്, ആ ലുദ്ദിന്റെ കവാടത്തിൽ വെച്ചാണ് പിടികൂടുക എന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. മുസ്ലിംകളുടെ നേർക്ക് രാഷ്ട്രീയമായ ചതിയും വഞ്ചനയും എക്കാലഘട്ടം മുതൽ തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും അടങ്ങുന്ന രാഷ്ട്രങ്ങൾ എന്ന് നമുക്കറിയാം. അതിന്റെ കെടുതികൾ ഈ ഉമ്മത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതിന് അറുതി വരുത്തിക്കൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ലുദ് കവാടത്തിൽ വെച്ച് ആ ദജ്ജാലിനെ പിടികൂടുന്നത് എന്ന് നമുക്ക് കാണാം. ഈസാ നബിയുടെ അടുക്കൽ മുഅ്മിനുകളായ ആളുകൾ ഈ നെറികെട്ട ചതിപ്രയോഗങ്ങളിലൂടെയും അല്ലാതെയും മുസ്ലിമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ ദ്രോഹിക്കുന്ന ആ അവസ്ഥ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളായില്ലേ? അന്നും അത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. എത്രമാത്രം വേദനയേറിയ റിപ്പോർട്ടുകളാണ് ഇപ്പോഴും അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് നിന്ന് അടിച്ച് അപ്പുറത്തേക്ക് മാറ്റി അവിടെ സുരക്ഷിതമാണെന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഉടുതുണിയില്ലാതെ, വസ്ത്രമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ, വെള്ളമില്ലാതെ, മരുന്നില്ലാതെ എവിടെയോ ഒന്നിച്ചഭയം തേടുമ്പോൾ അവിടെ ക്രൂരമായ ബോംബിട്ട് മനുഷ്യ കബന്ധങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന വളരെ വൃത്തികെട്ട റിപ്പോർട്ടുകളല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുമാത്രം വേദന! 4 മാസം പ്രായമായ 4 ദിവസം പ്രായമായ ഇരട്ട കുഞ്ഞുങ്ങളെ പോലും ബോംബിട്ട് തകർത്ത് ആ കുട്ടികൾക്ക് ജനന സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോയ പിതാവ് ആ ഫോൺ വിളിയുടെ ഭയാനകമായ രംഗം കേട്ട് ഈ സർട്ടിഫിക്കറ്റ് നെഞ്ചത്ത് വെച്ച് പൊട്ടിക്കരയുന്ന രംഗം, ആയിരക്കണക്കിന് മക്കളെ നിർദാക്ഷിണ്യം കൊന്നുകളയുന്ന വൃത്തികെട്ട മനസ്സിന്റെ ഉടമകൾ. ഞാൻ സൂചിപ്പിച്ചതെന്താ? ഈ അക്രമം നിർബാധം മുസ്ലിങ്ങൾക്ക് നേരെ അന്നു മുതൽ ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനത്തിൽ ഈസാ നബിയുടെ അടുക്കൽ ഈ ആളുകൾ, മുഅ്മിനുകളായ ആളുകൾ പരാതി പറയുകയും അവരുടെ ശരീരത്തിൽ നിന്ന്, മുഖങ്ങളിൽ നിന്ന് രക്തം തുടച്ചുകൊണ്ട് ആശ്വാസത്തിന്റെ വചനങ്ങളേകിക്കൊണ്ട് ഈസാ നബി യുഹദ്ദിസും ബിദറജാതിഹിം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അവർക്കുള്ള പദവികളെ സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ടോ
അങ്ങനെ അള്ളാഹുവിന്റെ വഹ്യ് ഈസാ നബിക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ദജ്ജാലിനെ ദജ്ജാൽ വധിക്കപ്പെടുകയും ചെയ്യും. എന്നിട്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിധത്തിലുള്ള അത്ഭുതം നടക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ബോധ്യപ്പെടുത്തി തരികയാണ്. എന്താണ് അത്ഭുതം? അത് ഈ ചതിയന്മാരെ അറുതി വരുത്തിക്കൊണ്ടുള്ള ഈസാ നബിയുടെ പുറപ്പാടും അതോടുകൂടി മുഅ്മിനുകൾക്കുണ്ടാകുന്ന വിജയത്തെ സംബന്ധിച്ചുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്. അന്ത്യദിനം സംഭവിക്കുകയില്ല യഹൂദികളോട് മുഅ്മിനുകൾ മുസ്ലിങ്ങളെ ഏറ്റുമുട്ടുന്നത് വരെ. അങ്ങനെ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ ഫയഖ്തലിയുൽ യഹൂദു വറാഅ ശജരിൻ വഹജർ. ഓരോ കല്ലിന്റെയും മരത്തിന്റെയും പിന്നിൽ യഹൂദി ഒളിച്ചിരിക്കും. അവസാനം കാരണം എന്താ? ഭീരുക്കളിൽ വെച്ച് ഏറ്റവും വലിയ ഭീരുക്കളാണല്ലോ അവർ. ഞാനത് വിശദീകരിക്കണ്ടല്ലോ, നമുക്കറിയാലോ എന്തുമാത്രം ഭീരുത്വമാണ് അവരുടെ മനസ്സിൽ നാം വിചാരിക്കുന്നത്. ലൗ അഹദുഹും യുഅമ്മറു അൽഫ സന, 1000 കൊല്ലം ജീവിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സുമായിട്ടാ പോകുന്നത്. യുദ്ധത്തിനുമാണ് ഒരു താല്പര്യമില്ല. എന്തായിരുന്നാലും അങ്ങനെയുള്ള ആളുകൾ ഭീരുക്കളായി മരത്തിന്റെയും കല്ലുകളുടെയും പിന്നിൽ ഒളിച്ചു നിൽക്കുമ്പോൾ, യാ മുസ്ലിം യാ അബ്ദുല്ലാഹ് തആൽ, ഇങ്ങോട്ട് വാ മുസ്ലിമായ മനുഷ്യ, ഇങ്ങോട്ട് വാ. ഹാദാ യഹൂദിയുൻ ഖൽഫി ഫഖ്ദുൽഹു, എന്റെ പിന്നിലിതാ ഒരു യഹൂദി ഒളിച്ചിരിക്കുന്നുണ്ട്, അവനെ നീ വധിക്കുകയെന്ന് കല്ലുകളും മരങ്ങളും വിളിച്ചു പറയും. മനസ്സിലായോ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ആര് മനസ്സിലാക്കിയിട്ടുണ്ട്? യഹൂദികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിട്ട് നബി ഒരു മരത്തെ മാറ്റി നിർത്തി, ഇല്ലൽ ഗർഖദ വൃക്ഷമൊഴികെ. കാരണം ഇന്നഹാ ശജറത്തുൽ യഹൂദ്, അത് യഹൂദികളുടെ മരം. നമുക്ക് മനസ്സിലായിണ്ടാവില്ല. യഹൂദികൾ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. മില്യൺ കണക്കിന് മരങ്ങൾ, ചെടികൾ, ഗർഖദിന്റെ ചെടികൾ ഇസ്രായേലിന്റെ ഓരങ്ങളിലും പല പ്രദേശങ്ങളിലും അവിടെയുള്ള പ്രധാന പട്ടണങ്ങളിലും ഒക്കെ അവർ കുഴിച്ചിട്ട് വളർത്തുന്നുണ്ട്. അതിന്റെ ഫോട്ടോ സഹിതം അല്ലെങ്കിൽ അതിന്റെ മുഴുവൻ രേഖകളും നമ്മളുടെ മുമ്പിൽ നമുക്ക് കിട്ടും. ഒരു പ്രയാസമില്ല, നെറ്റിൽ തപ്പി നോക്കിയാൽ മതി. അതവർ വളർത്തുകയാണ്. കാരണം അവർക്ക് രക്ഷ പ്രാപിക്കാൻ ആ മരം അഭയം നൽകുന്ന മരമായി മാറുമെന്നത് കൊണ്ട് തന്നെ. മനസ്സിലായോ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം എത്ര കൃത്യമാണ്. കാരണം യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും, റസൂല് സത്യമാണ്, പ്രവാചകനാണ് എന്ന കാര്യം അവർക്ക് അവരുടെ മക്കളെ പോലെ തിരിച്ചറിയാം എന്നാണ് അവരെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത്. ഒരാളുടെ മകൻ എത്ര ആളുകൾക്കിടയിലാണെങ്കിലും അയാൾക്ക് തിരിച്ചറിയാൻ കഴിയൂലേ? ഇതേപോലെ നബിയെ സംബന്ധിച്ച് ഒറിജിനൽ പ്രവാചകനാണ് എന്നത് അവർക്കറിയാം. ആ പ്രവചിച്ച കാര്യം, നബി പറഞ്ഞ കാര്യം, മുഅ്ജിസത്തായ കാര്യം സംഭവിക്കുമെന്നും അവർക്കറിയാം. അതുകൊണ്ടാണ് അവര് ആ മരത്തെ നട്ടു വളർത്തുന്നത്. മുഅ്മിനുകളെ, നമ്മൾ മനസ്സിലാക്കി. ഇനി ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. ഞാൻ ഓതി വെച്ച ആയത്ത് എന്താ? ആ ആയത്ത് നമുക്ക് ചിന്തിച്ചു നോക്ക്. ഖുദൂ മാ ആതീനാകും ബിഖുവ്വ, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വേദഗ്രന്ഥവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവിക സന്ദേശവും നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈമാൻ നിലനിർത്താൻ ആവശ്യമായ സകല കാര്യങ്ങളും അതിന്റെ കൂടെ പരലോകത്ത് രക്ഷപ്പെടാൻ ആവശ്യമായ ഇബാദത്തുകളും അക്കാര്യങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ബിഖുവ്വ, ശക്തമായി നിലകൊള്ളുക. ആ ഗ്രന്ഥങ്ങളിലും നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഓർക്കുകയും സ്മരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുക. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മമായി പഠിക്കാനും പരിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ച് അത് മുറുകെ പിടിച്ച് ജീവിച്ച് മരിച്ചു പോകുന്നവരിൽ പെടാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد. أيها الناس أوصيكم
അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. സാന്ദർഭികമായി ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹു സൂറത്തുൽ മാഇദയിലൂടെ 78-79 വചനങ്ങളിലൂടെ പറയുന്നു, ലുഇനല്ലദീന കഫറൂ മിൻ ബനീ ഇസ്രാഈല അലാ ലിസാനി ദാവൂദ വ ഈസ ഇബ്നു മറിയം. ഈസാ നബിയുടെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും നാവിലൂടെ ബനി ഇസ്രായേലുകൾ ശപിക്കപ്പെട്ടിരിക്കുന്നു. എന്താ കാരണം? ദാലിക ബിമാ അസൗ വ കാനൂ യഅ്തദൂൻ. അവർ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിക്കുകയും ദുർമാർഗത്തിൽ ജീവിക്കുകയും ചെയ്തവരാണ്. പിന്നുള്ള പ്രശ്നം എന്താണെന്നറിയോ? കാനൂല യതനാഹുന അൻ മുൻകരിൻ ഫഅലൂ. അവർക്കിടയിൽ ഒരു തിന്മയുണ്ടായാൽ അതവർ വിരോധിക്കുമായിരുന്നില്ല. മനസ്സിലായല്ലോ? ലബിഅസ മാ കാനൂ യഫ്അലൂൻ. അവർ പ്രവർത്തിക്കുന്നത് എത്ര ചീത്ത. നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം ദഅവത്ത് നടത്തിയിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഞാനും നിങ്ങളുമാകുന്ന എല്ലാവർക്കുമാണ്. അവനവന്റെ കഴിവിൽപ്പെട്ടത് അവനവൻ നടത്തിയിരിക്കണം. മൻ റആ മിൻകും മുൻകറൻ ഫല്യുഗയ്യിർഹു ബിയദിഹി. ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ കൈകൊണ്ട് തടയട്ടെ. അത് ചെറിയ കാര്യം മുതൽ, മനസ്സിലായോ, വളരെ ചെറിയ കാര്യം മുതൽ നമ്മളുടെ മക്കളോട്, കുടുംബത്തോട്, സ്ത്രീകളോട്, നമ്മളോട്. എന്നിട്ട് അതനുസരിക്കുന്നില്ല എങ്കിൽ ഒബിലിസാനിഹി, നാവ് കൊണ്ട്, എന്നിട്ടും സ്വീകരിക്കുന്നില്ല എങ്കിൽ മനസ്സുകൊണ്ട് വെറുക്കുകയെങ്കിലും ചെയ്യണം. ഏതെങ്കിലുമൊക്കെ ശിർക്കൻ മൗലൂദിന്റെ ഭക്ഷണത്തിലൊക്കെ പോയി കുത്തിന്ന് തിന്നരുത്. അത് തെറ്റാണ് മനസ്സിലായാൽ അത് ഒഴിവാക്കാൻ സന്മനസ് നമ്മളെ കീഴിലാണ്, നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും അല്ല എങ്കിൽ നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ തിന്മ തഴച്ചു വളരും. അതിന്റെ പരിണിത ഫലമാണ് CM മടവൂര് പടച്ചോനാണെന്നുള്ളിടത്തേക്ക് ഈ മനുഷ്യന്മാർ എത്തിച്ചേർന്നത്, ആ വിശ്വാസം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ദഅവത്ത് ഇത് ശക്തമായി നടന്നത് കൊണ്ടാണ് ഈ പള്ളിയിൽ ഖുതുബ കേൾക്കാൻ ആളുകൾ ഉണ്ടായത്, സ്ത്രീകൾക്ക് വരാൻ കഴിഞ്ഞത്. ഒരുപാട് കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് ചിന്തിച്ചു നോക്ക്. അതുകൊണ്ട് ശക്തമായ പ്രവർത്തനം ദഅവത്ത് രംഗത്ത് നമ്മൾ കാഴ്ചവെക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ. അത് യൂണിറ്റ് തലങ്ങൾ, പള്ളി കേന്ദ്രീകരിച്ച്, മദ്രസ കേന്ദ്രീകരിച്ച്, അതുപോലെ എങ്ങനെയൊക്കെ സാധ്യമാണോ അങ്ങനെയൊക്കെ നമ്മൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഏറ്റവും ചുരുങ്ങിയത് ആ പരിപാടികളിലെങ്കിലും സംബന്ധിക്കാൻ നമ്മൾ എത്തണം. അതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ മുമ്പത്തെ പോലെയല്ല, ഒരുപാട് സാമ്പത്തിക ചെലവ് ഇതിനുണ്ടാവും. നമുക്കറിയാത്, എല്ലാവർക്കും അറിയാം. മുമ്പത്തെ അവസ്ഥയല്ല ഇന്ന് എന്നത്. സാമ്പത്തികമായി വലിയ ബാധ്യത ഉള്ള ഒരു വിഷയമാണ് ദഅവത്ത് എന്നത്. നമ്മൾ ഇൻഷാ അല്ലാഹ് ഇർഷാദിന്റെ കീഴിൽ ഈ 8-ാം തീയതി, സെപ്റ്റംബർ 8-ാം തീയതി ഞായറാഴ്ച ബഹുമാന്യനായ അലി ഷാക്കർ കുണ്ടേരിയുടെ ഒരു പ്രോഗ്രാം വൈകുന്നേരം 4 മണിക്ക് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയമുണ്ട്, വിവരങ്ങളൊന്നും അറിയാം. പക്ഷേ അതിനു വേണ്ടിയ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഇൻഷാ അല്ലാഹ് പ്രവർത്തനം ദഅവത്ത് രംഗത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. ഒരുപാട് കാര്യങ്ങളിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. ഇസ്ലാമിന്റെ നിയമ സംഹിതയാണ് ലോകത്തെ ഏറ്റവും ഉത്തമം എന്ന് സ്ത്രീപീഡന വിഷയങ്ങളിൽ വരെ സുപ്രീം കോടതിയുടെ വിധി വരെ വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഹൈക്കോടതി വിധിച്ചു കഴിഞ്ഞു. ഇസ്ലാം അത് തന്നെയാണ്. സ്ത്രീകൾ, അതാണ് ഇസ്ലാമിന്റെ എല്ലാ നിയമങ്ങളും പരിശോധിച്ച് നോക്കിയാൽ അത് വളരെ കൃത്യവും സുതാര്യമെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യത്തിന് വേണ്ടി ദഅവത്ത് ഫണ്ട് നമ്മൾ ഏതായാലും നടത്താൻ നമുക്ക് ആവൂല, നേരമില്ല. എന്നാൽ അതിലേക്കൊരു 10 ഉറുപ്പികയെങ്കിലും, ഒരു 1000 ഉറുപ്പിയെങ്കിലും, 500 ഉറുപ്പിയെങ്കിലും എന്റെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ അതൊരു വലിയ മുതൽക്കൂട്ടായിരിക്കും. ഒരു മനുഷ്യൻ അയാള് ഈ ഒരാളുടെ പ്രസംഗം, ഒരാളുടെ പിന്നെ ഏതെങ്കിലും നിലക്കുള്ള ഒരു മെസ്സേജ് കേട്ട് നന്നായി, ആ കുടുംബം നന്നായി എങ്കിൽ മതി. സ്വർഗത്ത് പരലോകത്ത് വിചാരണക്ക് വരുമ്പോ അല്ലാഹുവേ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സഹായിച്ച ആ മനുഷ്യൻ, അവൻ നീ സ്വർഗം നൽകണേ എന്ന് നമുക്ക് വേണ്ടി പറയുന്ന ഒരു രംഗമുണ്ടാകും. അതുകൊണ്ട് ആ ഒരു കലക്ഷനാണ് ഇൻഷാ അല്ലാഹ് ദഅവത്ത് രംഗം സജീവമാക്കാൻ വേണ്ടിയുള്ളത്. നമ്മൾ ഈ വിമഴക്ക് ശേഷം എടുക്കുന്നത് ആ കാര്യത്തിൽ കഴിയുമ്പോൾ സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർത്തുകയാണ്. സഹോദരങ്ങളെ, 2-3 ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്, രോഗസംബന്ധമായ കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട്. അതുപോലെ തന്നെ
പിന്നെ നമ്മളുടെ കൂട്ടത്തിലും പലരും രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയേണ്ടതില്ല. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ശിഫയും ആശ്വാസവും പ്രധാനം നൽകിക്കൊണ്ട് എല്ലാവിധ രോഗശാന്തിയും നൽകി ആഫിയത്ത് നൽകിയവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിട്ടുപിരിഞ്ഞ ഒരാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുപോലെ നമ്മളുടെ കൂട്ടത്തിൽ പലരും രോഗികളായി പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവിധ ശിഫയും സമാധാനവും പ്രദാനം ചെയ്യുമാറാകട്ടെ. ദഅവത്ത് രംഗത്ത് സജീവമാകാനും കഴിവിന്റെ പരമാവധി അതിനെല്ലാം സഹകരിക്കാനുള്ള സന്മനസ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിൽ ഹജാത്ത്. റബ്ബനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വഗ്ഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.